അപ്പോൾ എൻ്റെ ടോപ്പിക്ക് ഓട്ടോ എൻകോഡർ ആണ് മെഷീൻ ലേണിംഗിൽ വരുന്നത്. അതിൽ ഓട്ടോ എൻകോഡർ എന്നത് ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു ആർക്കിടെക്ചർ ആണ്. അതിന് പ്രധാനമായും ഡാറ്റ കംപ്രഷൻ, പിന്നെ ഡാറ്റ റീകൺസ്ട്രക്ഷൻ, അങ്ങനെ ഡീകോഡിങ് രണ്ട് മൊഡ്യൂളാണ് വരുന്നത്. അപ്പോൾ അതിന് എളുപ്പത്തിൽ പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു ഇമേജ് ഉണ്ടെന്നായിരിക്കും. അതിലിപ്പോൾ എന്തെങ്കിലും ഒരു ഓട്ടോ എൻകോഡർ അത് ചെറിയ രൂപത്തിലേക്ക് അതിന് കംപ്രസ് ചെയ്യും. ഓട്ടോ എൻകോഡർ അതിനിപ്പോൾ ഒരു 6 ഫയലായിട്ട് നമ്മളൊരു അതിനൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്തതിനു ശേഷം അതിന് ഓട്ടോ എൻകോഡർ ഇത് വലിയ രൂപത്തിലേക്ക് അതിനെ കംപ്രസ് ചെയ്ത് മാറ്റും. പിന്നെ അത് പിന്നീട് കംപ്രസ്ഡ് രൂപത്തിലുള്ള നമുക്ക് നോർമൽ ഇമേജിലേക്ക് അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാൻ പറ്റും. പിന്നെ ഓട്ടോ എൻകോഡറിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഒരു ഘടകങ്ങൾ വരുന്നത് വെച്ചാൽ, ഓട്ടോ എൻകോഡറിന് ഒരു ഇൻപുട്ട് ഇമേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് അതിൽ ഉണ്ടാവും. അത് സ്വീകരിച്ച് അതിന് ചെറുതായ റെപ്രസെന്റേഷൻ, അതായത് ഒരു ലാറ്റൻ സ്പേസ് ആയി അതിനെ കംപ്രസ് ചെയ്യും. ഈ ലാറ്റൻ സ്പേസ് ഓഫ് കോഡ് എന്ന് പറയുന്നത് ഇതിന്റെ കംപ്രസ്ഡ് ഡാറ്റ റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ ഇതിനെ ഡാറ്റയുടെ DNA എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അതായത് ഇതിന്റെ ഒരു ചെറിയ രൂപം അല്ലെങ്കിൽ പ്രധാന വിവരങ്ങളുള്ള ഒരു മൊഡ്യൂളാണ് അതിൽ വരുന്നത്. പിന്നെ ഈ ഡീകോഡർ എന്ന് പറയുന്നത് ഇതിന്റെ ലാറ്റൻ സ്പേസ് ആണ്. അത് തിരിച്ചു ഒറിജിനൽ ഡാറ്റ പോലെ റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എന്നിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അതിനിപ്പോൾ ഒരു 1000x6000 പിക്സൽ ആയിട്ടാണ് നമ്മൾ അതിലിപ്പോൾ ഒരു വാല്യൂ നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എൻകോഡ് ചെയ്തിട്ട് ഒരു 100 വാല്യൂ ഉള്ള ഒരു ഇമേജ് ആയി നമുക്ക് അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ ലാറ്റൻ സ്പേസ് നമ്മൾ അതിന്റെ ചിത്രം റെപ്രസെന്റ് ചെയ്യുന്ന പ്രധാന ഫീച്ചർ ആയിട്ട് അതിന്റെ വാല്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. പിന്നെ ഡീകോഡർ എന്ന് പറയുന്നത് അതിന്റെ വീണ്ടും അതിനൊരു 100 വാല്യൂസ് ഉള്ളതിന് നമുക്ക് 1000x1000 രൂപത്തിലേക്ക് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഡീകോഡർ യൂസ് ചെയ്യുന്നത്. ഈ ഡീകോഡറിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ റീകൺസ്ട്രക്ഷന്റെ എഫക്റ്റ് അതിൽ ആയിരിക്കണമെന്നില്ല. അപ്പോൾ റീകൺസ്ട്രക്ഷൻ പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഇൻഫർമേഷനും അതിൽ ഉണ്ടാവും. പിന്നെ ഓട്ടോ എൻകോഡറിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, ഇതിന്റെ ട്രെയിനിങ് സമയത്ത് മോഡൽ ഇൻപുട്ടിനും റീകൺസ്ട്രക്ഷൻ ഔട്ട്പുട്ടിനും ഇടയിൽ ഒരു വ്യത്യാസവും ലോസ് ഫംഗ്ഷനും ഉപയോഗിച്ച് കണക്കാക്കാൻ പറ്റും. സാധാരണ ലോസ് ഫംഗ്ഷൻ മീൻ സ്ക്വയർഡ് എറർ അല്ലെങ്കിൽ MSE ആയിട്ട് നമുക്ക് അതിൽ കൊടുക്കാം. പിന്നെ ട്രെയിനിങ്ങിൽ മോഡൽ ഗ്രാജുവലി കംപ്രസ് ചെയ്യാനും തിരിച്ചെടുക്കാനും പഠിക്കും. പിന്നെ ഓട്ടോ എൻകോഡറിന്റെ തരങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വേരിയസ് ഓഫ് അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു വാനില എൻകോഡർ, ഓട്ടോ എൻകോഡർ ഉണ്ട്. വാനില എൻകോഡർ എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ സിമ്പിൾ എൻകോഡറും പിന്നെ ഡീകോഡർ ആർക്കിടെക്ചറും ഉണ്ടാവും. പിന്നെ സെക്കൻഡ് വണ് കൺവല്യൂഷണൽ ഓട്ടോ എൻകോഡർ ആണ്. അത് CNN ബേസ്ഡ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ ഇമേജ് കംപ്രഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ നമുക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ എക്സാമ്പിൾ ആണ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫേസ് ഇമേജ് ഡിനോയ്സിംഗ് എന്ന് പറയുന്നത് ഒരു ഇതായിട്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ വേരിയേഷണൽ ഓട്ടോ എൻകോഡർ ആണ് നെക്സ്റ്റ് വരുന്നത്. അതിൽ നമുക്ക് ലാറ്റൻ സ്പേസിൽ നിന്ന് പുതിയൊരു ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് എക്സാമ്പിൾ ആണ് പുതിയൊരു ഇമേജ് അല്ലെങ്കിൽ പുതിയൊരു ഹാൻഡ് റിട്ടൺ ഡിജിറ്റ് ഇതിന് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഡീനോയ്സിങ് ഓട്ടോ എൻകോഡർ എന്നാണ് ഫോർത്ത് വണ്. അതിൽ ഇൻപുട്ട് ഡാറ്റയിൽ നമുക്ക് നോയ്സ് ചേർത്താൽ എന്തെങ്കിലും ഓട്ടോ എൻകോഡർ നോയ്സ് റിമൂവ് ചെയ്ത് ക്ലീൻ ആയിട്ട് ഉള്ള ഒരു ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്ത് തരും. അതാണ് അതിൻ്റെ ഒരു 4 ക്ലാസിഫിക്കേഷൻ. പിന്നെ ഇപ്പോൾ 6th വൺ പിന്നെ ആപ്ലിക്കേഷൻ്റെ ഓട്ടോ എൻകോഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇപ്പോൾ നമുക്കൊരു ഹൈ ഡൈമെൻഷനുള്ള ഡാറ്റ അതിനെ ലോ ഡൈമെൻഷനിലേക്ക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ PCIക്ക് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ആൾട്ടർനേറ്റീവ് ആണിത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇമേജ് ഡിനോയ്സിംഗ് ആണ്. അതായത് പഴയ ബ്ലർ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് നോയ്സ് റിമൂവ് ചെയ്തിട്ട് ഇതിനെ ക്ലീൻ ഇമേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. തേർഡ് വൺ അനോമലി ഡിറ്റക്ഷൻ ആണ് വരുന്നത്. അതിൽ നമുക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ ഫ്രോഡ് ഡിറ്റക്ഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിൽ നോർമൽ ട്രാൻസാക്ഷൻ വരുന്ന എററൊക്കെ ഇതിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഫ്രോഡ് ആൻഡ് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് എൻകോഡ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ ഡാറ്റ ജനറേഷൻ ആണ്. ഡാറ്റ ജനറേഷൻ എന്ന് പറഞ്ഞാൽ വേരിയേഷണൽ ഓട്ടോ എൻകോഡർ ആണ്. ഉപയോഗിച്ച് ഇതിനെ പുതിയ ഇമേജ് അല്ലെങ്കിൽ ഒരു വോയിസ് ആക്കി ആർട്ട് വർക്ക് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ലാസ്റ്റ് വൺ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഇമേജിംഗ് ആണ്. മെഡിക്കൽ ഇമേജിംഗ് പറഞ്ഞപ്പോൾ നമുക്കിപ്പോൾ MRI CT സ്കാനിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ ഇമേജ് കംപ്രസ് ചെയ്തിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അനോളജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഈസി എക്സ്പ്ലനേഷൻ ഇപ്പോൾ ഓഡിയൻസ് കൊടുക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു സിപ്പ് ഫയലായിട്ട് നമുക്കൊരു കമ്പ്യൂട്ടറിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അത് കംപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എൻകോഡിങ് ആയിട്ട് അതിന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതിന് നമ്മൾ അൺസിപ്പ് ചെയ്യുന്നൊരു എന്താ പറയുക പ്രോസസ്സാണ് നമുക്ക് പിന്നെ ഡീകോഡിങ് എന്ന് ഇത് പറയുന്നത്. പിന്നെ അതിനൊരു ടേക്ക് അവേസ് ആയിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റണമെങ്കിൽ ഓട്ടോ എൻകോഡർ ഡാറ്റ കംപ്രസ് ചെയ്യാനും ഡീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ എൻകോഡർ എന്ന് പറയുമ്പോൾ പ്രധാന എന്താ പറയുക വിവരങ്ങൾ മാത്രം അതിനെ എടുത്തിട്ട് ബാക്കിയുള്ളതിനെ ഡാറ്റ സ്പേസിൽ കംപ്രസ് ചെയ്യും.
പിന്നെ ഡീകോഡർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് കംപ്രസ്ഡ് റെപ്രസെന്റേഷനിൽ നിന്ന് ഒരു ഡാറ്റ റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇമേജ് കംപ്രഷൻ, പിന്നെ ഡിനോയ്സിങ്, അനോമലി, പിന്നെ ഡിറ്റക്ഷൻ, ഡാറ്റ ജനറേഷൻ, ഇതൊക്കെ അതിൻ്റെ ഒരു ടേക്ക് അവേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഇപ്പോൾ കൺക്ലൂഷനായി പറയുകയാണെങ്കിൽ ഓട്ടോ എൻകോഡറുകൾ മെഷീൻ ലേണിംഗിൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗും ടെക്നിക്കലി ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. ഇത് ഡാറ്റയുടെ ഒരു ഫീച്ചർ മാത്രം പിടികൂടിയിട്ട് നമുക്ക് എഫിഷ്യൻസിയോടെ കംപ്രസ് ചെയ്യാനും പിന്നെ റീകൺസ്ട്രക്ട് ചെയ്യാനും നമുക്ക് പറ്റും.